നമസ്കാരം. ധനുസ് പി സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും സയൻസ് ക്വസ്റ്റ്യനുകളാണ് വന്നിട്ടുള്ളത്. 2024 3-4 ചോദ്യപേപ്പറിൽ നിന്നുള്ള സയൻസ് ക്വസ്റ്റ്യനുകൾ മാത്രം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണിത്. സയൻസിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏതാണ്? ഓപ്ഷൻസ് സ്കർവിയുണ്ട്, പെല്ലാഗ്രയുണ്ട്, ബെറിബറിയുണ്ട്, റിക്കറ്റ് ഉണ്ട്. ആൻസർ ഏതാണ്? പെല്ലാഗ്രയാണ്. ഓപ്ഷൻ ബി പെല്ലാഗ്രയാണ് ആൻസർ അല്ലേ. 4Ds എന്നറിയപ്പെടുന്ന പെല്ലാഗ്രയാണ് ആൻസർ. 4Ds ഏതൊക്കെയാണ്? ഈ 4Ds എന്ന് പറയുമ്പോൾ അല്ലേ, ഏതൊക്കെയാണ് 4Ds? ഒന്ന് ഡയേറിയ ആണ്. ഡയേറിയ, വയറിളക്കം. അതുപോലെ വരുന്ന ഡെർമറ്റൈറ്റിസ്, ത്വക്ക് രോഗം ഇല്ലേ, ഡെർമറ്റൈറ്റിസ് ത്വക്ക് രോഗം. മറ്റൊന്ന് ഡെമൻഷ്യയാണ്. ഡെമൻഷ്യ, ഡയേറിയ, ഡെമൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്. അതാണ് 4Ds. ഡയേറിയ, ഡെർമറ്റൈറ്റിസ്, ഡെമൻഷ്യ, ഡെത്ത്. അങ്ങനെയാണ് 4Ds എന്ന് പറയുന്ന പെല്ലാഗ്രയാണ് വരുന്നത്. ഇത് 4 ലക്ഷണങ്ങളും കാണിക്കാറുണ്ടല്ലേ. അതായത് ഡയറി എന്ന് പറയുമ്പോൾ ലൂസായിട്ടും വാട്ടർ സ്റ്റൂൾസായിട്ടൊക്കെ പോകുന്ന, ദിവസം മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ത്വക്ക് രോഗമാണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുക. ഡെമൻഷ്യ ന്യൂറോളജിക്ക് സിംറ്റം കാണിക്കുന്നില്ലേ, മറവി, പുവർ മെമ്മറി കാണിക്കുന്ന, ഓർമ്മക്കുറവ് കാണിക്കുന്നതാണ് ഡെമൻഷ്യ എന്ന് പറയുന്നത്. ഡെത്ത് അല്ലേ. സോ അത് കഴിഞ്ഞു പെല്ലാഗ്ര വരുമ്പോൾ ഡെത്തും ഫൈനലി സിവിയർ കുറേ വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ് എന്ത്, ഡെത്ത് മീൻസ്. അപ്പോൾ പെല്ലാഗ്രയാണെന്ത് 4Ds, ഡയേറിയ, പിന്നെ ഡെമൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്. 4Ds ഇതാണ്. ഇവിടെ സ്കർവി എന്ന് പറയുമ്പോൾ ഏത് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അപര്യാപ്ത രോഗം ആണ് സ്കർവി. അപര്യാപ്ത രോഗം ഏതിൻ്റെ അപര്യാപ്ത രോഗമാണ്? വിറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗമാണെന്ത് സ്കർവി എന്ന് പറയുന്നത്. അറിയാം അല്ലേ. അത് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ലെമൺ ഫ്രൂട്ട്സ് അടങ്ങിയ അല്ലേ, വൈറ്റമിൻ സിക്ക് ലെമൺ ഫ്രൂട്ട്സ് അടങ്ങിയ അല്ലെങ്കിൽ അതേപോലെ ലെമൺസ്, സ്ട്രോബെറി അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കഴിച്ച് അതിൻ്റെ പരിഹരിക്കാൻ പറ്റും. അതുപോലെ ബെറിബറി എന്ന് പറയുമ്പോൾ എന്താണ്? വൈറ്റമിൻ B1 ആണ്. ബെറിബറിക്ക് B1 ആണ് അല്ലേ. തയാമിൻ B1 ഉണ്ടിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണിത് ബെറിബറി. അതായത് ഈ ചുണ്ടിൻ്റെ സൈഡൊക്കെ ഇടിച്ചു കീറുന്ന പോലൊക്കെ വരുന്നതാണ് ബെറിബറി. അപ്പോൾ തയാമിൻ നമ്മുടെ തവിടിലടങ്ങിയ ഭക്ഷണം അല്ലേ, തവിടിലാണ് ധാരാളം തയാമിൻ ഉള്ളത്. തവിട് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന അരികളൊക്കെ തന്നെ എന്താണ്, പോളിഷ്ഡാണ്, പോളിഷ്ഡ് റൈസാണ്. അപ്പോൾ തവിട്, ചുവന്നരി, തവിടടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതാണെന്ത്, ഇത് പരിഹരിക്കാനുള്ള മാർഗം. ബെറിബറി അപര്യാപ്ത രോഗം ഇതിൻ്റെ ഡെഫിഷ്യൻസി, ഇതിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്നതാണ്. B1 കുറവാണ്. തയാമിൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞാൽ തയാമിൻ തന്നെ പറയാൻ പറ്റും. റിക്കറ്റ് നിങ്ങൾക്കറിയാം അല്ലേ, ഇതാണ് കണാരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് എന്ന് പറയും. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന സംഭവമാണ് റിക്കറ്റ് എന്ന് പറഞ്ഞത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ RBCയിൽ ആൻറ്റിജൻ Aയും Bയും ഇല്ല, പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല, പ്ലാസ്മയിൽ ആൻറ്റിജൻ Aയും Bയും ഇല്ല, RBCയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല. ഇവിടുത്തെ ആൻസർ നമുക്കെന്താണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല എന്നുള്ളതാണ്. പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല. AB രക്തക്കുറിപ്പിന് പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? രക്തഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് A ഗ്രൂപ്പുണ്ട്, പിന്നെ B ഗ്രൂപ്പുണ്ട്, AB ഗ്രൂപ്പുണ്ട്, O ഗ്രൂപ്പുണ്ട്. ഇതിനെ തിരിച്ചേക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻറ്റിജൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് എന്ത് പറയുക, ഗ്രൂപ്പിനെ പറഞ്ഞേക്കുന്നത്. A ഗ്രൂപ്പിൽ ആൻറ്റിജൻ A ഉണ്ട്, എന്നാൽ ഇവിടെ ആൻറ്റിബോഡി B ആണുള്ളത്. B ബ്ലഡ് ഗ്രൂപ്പിൽ എന്താണ്? ആൻറ്റിജൻ B ഉണ്ട്, എന്നാൽ ഇവിടെ എന്താണ്? ആൻറ്റിബോഡി A ആണുള്ളത്. ABയിൽ എന്താണ്? ആൻറ്റിജൻ Aയും Bയും ഉണ്ട്, എന്നാൽ ഇവിടെ ആൻറ്റിബോഡികൾ ഒന്നും തന്നെയില്ല. ഓക്കെ, ആൻറ്റിബോഡികൾ ഒന്നും തന്നെയില്ല. നെക്സ്റ്റ് O എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ? ഇവിടെ ആൻറ്റിജൻ ഒന്നുമില്ല, എന്നാൽ ആൻറ്റിബോഡി Aയും Bയും ഉണ്ട്. മനസ്സിലായല്ലോ. Aയിൽ ആൻറ്റിജൻ A ഉണ്ട്, ആൻറ്റിബോഡി B ഉണ്ട്. Bയിൽ ആൻറ്റിജൻ A ഉണ്ട്, ആൻറ്റിബോഡി A ഉണ്ട്.
എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ എയും ബിയും ഉണ്ടെന്നാൽ അവിടെ എന്താണ് ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുമില്ല, എ ബിയുമില്ല. ഒ ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ ഒന്നുമില്ല, ഒന്നുമില്ല, ആൻറ്റിബോഡി അവിടെ എയും ബിയും ഉണ്ട്. ഇനി എ ബിയെ സാർവീയ സ്വീകർത്താവ് എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ഒയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? യൂണിവേഴ്സൽ ഡോണർ അല്ലേ എന്ന് വിളിക്കും. യൂണിവേഴ്സൽ ഡോണർ വിട്ടുകൊടുക്കുന്ന ആളെന്നാണ് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം. ആൻസർ എന്താണ്? പൊട്ടാസ്യമാണ്. ശരീരപേശികളിൽ കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? പൊട്ടാസ്യമാണ്. ശരീരപേശി ഏറ്റവും കൂടുതൽ കാണുന്ന ധാതു ഏതാണ്? പൊട്ടാസ്യമാണ്. ഇവിടെ നമുക്ക് സോഡിയം, ഫോസ്ഫറസ്, കാൽസ്യം ഉണ്ട് അല്ലേ? കാൽസ്യമുണ്ട്. കാൽസ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ കാൽസ്യം നോക്കാം. കാൽസ്യം എന്ന് പറയുമ്പോഴില്ലേ, എല്ലുകളിലും പല്ലുകളിലും പല്ല് അതിലടങ്ങിയിരിക്കുന്ന പ്രധാന ധാതു ഏതാണ്? കാൽസ്യമാണ് അല്ലേ? ഏറ്റവും കൂടുതൽ കാൽസ്യം കാണുന്ന എവിടെയാണെന്ന് നമുക്കറിയാം, പാലും പാലുൽപ്പന്നങ്ങളുമാണ്. ഒരു പോയിന്റ്. ഇനി ഇതിൻ്റെ അഭാവം മൂലം നമുക്ക് എന്തൊക്കെ അസുഖം ഉണ്ടാകാം? കാൽസ്യത്തിൻ്റെ അഭാവം മൂലം എന്തൊക്കെ അസുഖം ഉണ്ടാകാം? ഒന്ന് ടെറ്റനി എന്ന് പറയാം. ടെറ്റനി എന്ന അസുഖം ഉണ്ടാകാം. അതുപോലെ ഓസ്റ്റിയോപോറോസിസ്, എപ്പോഴും ചോദിക്കാം, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും. അതുപോലെ കുട്ടികൾ വളർച്ച മുരടിക്കാൻ കാൽസ്യം കുറഞ്ഞാൽ സഹായിക്കുന്നുണ്ട്, അപ്പോൾ കാരണമാകുന്നുണ്ട്. ടെറ്റനിയുണ്ട്, ഓസ്റ്റിയോപോറോസിസും ഒക്കെ എന്താണ്? കാൽസ്യം കുറഞ്ഞുണ്ടാകുന്ന അസുഖമാണ്. ഓക്കെ, ഇനി ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ധാതു പൊട്ടാസ്യമാണ് കാണുക എന്ന് പറഞ്ഞില്ലേ. പൊട്ടാസ്യം അതിൻ്റെ പ്രധാന സ്രോതസ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം സ്രോതസ്സ് ഏതൊക്കെയാണ്? കരിക്കൻ വെള്ളം അല്ലേ? എപ്പോഴും കരിക്കൻ വെള്ളത്തിലുണ്ട്, അതുപോലെ പാലിലുണ്ട്, അതുപോലെ തന്നെ മാംസത്തിലുണ്ട്, പയറുവർഗ്ഗങ്ങളിലുണ്ട്, പഴവർഗ്ഗങ്ങളിലും ധാരാളം പൊട്ടാസ്യമുണ്ട്. ഇതിൻ്റെ അഭാവത്തിൽ, പൊട്ടാസ്യത്തിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? സന്ധിവാതം. ഒരു ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഏതാണ്? പൊട്ടാസ്യത്തിൻ്റെ അഭാവത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏതാണ്? സന്ധിവാതമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു അസുഖം, ഒരു രോഗം എന്ന് പറയുന്നത് പൊട്ടാസ്യം. ഓക്കെ, ഒരെണ്ണം കൂടി നമുക്ക് പറയാം. ഏതാണ് ഇവിടെ? സോഡിയം ഉണ്ടല്ലേ. സോഡിയം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണമാണെന്ത്? സോഡിയം. ഏറ്റവും കൂടുതൽ ശരീരപേശികളിൽ കാണപ്പെടുന്നതാണെന്ത്? പൊട്ടാസ്യം. അതിൻ്റെ അഭാവത്തിൽ കൊണ്ടുവന്ന അസുഖം എന്നാണ്? സന്ധിവാതം. സോഡിയം എന്താണ്? ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതുലവണമാണ് സോഡിയം. കാൽസ്യത്തിൻ്റെ അഭാവത്തുണ്ടാകുന്ന അസുഖം ഏതൊക്കെയാണ്? ഒന്ന് ടെറ്റനി, മറ്റൊന്ന് ഓസ്റ്റിയോപോറോസിസ്, കുട്ടികളുടെ വളർച്ച മുരടിക്കലുമാണ് കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകുന്ന അസുഖം. ഓക്കെയല്ലോ. നെക്സ്റ്റ് വൺ. മനുഷ്യശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിൻ, തൈറോക്സിൻ, അഡ്രിനാലിൻ, മെലാട്ടോണിൻ എന്നിവ. ആൻസർ മെലാട്ടോണിൻ. മെലാട്ടോണിനാണ് ആൻസർ. മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ അത് ആരുൽപ്പാദിപ്പിക്കുന്നതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണെന്ത്? മെലാട്ടോണിനും അതുപോലെ മറ്റാളും കൂടിയുണ്ട്, സെറാട്ടോണിനും ഉണ്ട്. നമ്മുടെ 24 അവർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ധാരാണ് മെലാട്ടോണിനാണ്. അത് വരുന്ന എവിടെ നിന്നാണ്? പീനിയൽ ഗ്രന്ഥിയിൽ നിന്നുമാണ് അല്ലേ. ഇനി ഇവിടെ തൈമോസിൻ എന്ന് പറയുന്നുണ്ട്. തൈമോസിൻ എന്ന് പറയുമ്പോൾ അതാരാണ്? തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണെന്ത്? തൈമോസിൻ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത് അല്ലേ. അഡ്രിനാലിന് നമുക്കറിയില്ല. അഡ്രിനാലിന് എന്താണ്? അഡ്രിനൽ മെഡില ഉൽപ്പാദിപ്പിക്കുന്ന അല്ലേ, അഡ്രിനൽ മെഡില ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണത് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. വേറൊരു പേരെന്ത്? എപ്പിനെഫ്രിൻ എന്നാണ് പറയുക അല്ലേ. അത് ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണെന്ത്? അഡ്രിനാലിൻ. ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണെന്ത്? അഡ്രിനാലിൻ. ഓക്കെ,
തൈറോക്സിൻ അറിയാമല്ലോ, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണെന്ത്? തൈറോക്സിൻ. നെക്സ്റ്റ് വൺ, അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആശ്വാസ്, സ്വാശ്രയ, പരിരക്ഷ, നിരാമയ. ആൻസർ ഓപ്ഷൻ സി ആണ്, പരിരക്ഷ. നെക്സ്റ്റ് വൺ, 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെയാണ്? ശബ്ദം, കണികാദ്രവ്യം, ലെഡ്, ഓസോൺ. ആൻസർ ഓപ്ഷൻ എ ആണ്, ശബ്ദമാണ്. ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ പെടുത്തിയേക്കുന്നത് ശബ്ദത്തിനെയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും ഇത് എറിയുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എ, തിരശ്ചീന പ്രവേഗം ലംബീയ പ്രവേഗത്തേക്കാൾ കൂടുതലാണ്. ലംബീയ പ്രവേഗം 0ആണ്. ലംബീയ പ്രവേഗം തിരശ്ചീന പ്രവേഗത്തേക്കാൾ കൂടുതലാണ്. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ഒരു അത്ലറ്റ് ജാവലിൻ ത്രോ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ എന്ത് സംഭവിക്കുന്നു? ജാവലിൻ ത്രോയ്ക്ക് എന്ത് സംഭവിക്കുന്നുള്ളതാണ് ആൻസർ. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ജാവലിൻ ത്രോ എടുക്കുമ്പോൾ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണെന്നുള്ള. നെക്സ്റ്റ് വൺ, VE എന്നത് ഭൂമിയുടെ പാലായന വേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, VE = √2VO എന്നതാണ്. അടുത്തത്, ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രതാ ആരം 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 12 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം. ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യങ്ങളിൽ ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണം നടത്തുന്നതിനുമാണ് ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങൾ. അടുത്തത്, ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു. പാലിന് pH മൂല്യം 7ൽ കൂടുതലാണ്. ഇതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ശരിയാണ്. എന്ന് പറയുമ്പോൾ ഏറ്റവും കാഠിന്യമുള്ള മൂലകം ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുക. ഗ്രൂപ്പ് 6ലാണ് ഏറ്റവും കാഠിന്യമുള്ള മൂലകം കാണപ്പെടുന്നത്. ഗ്ലാസ് ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. ഇവിടെ ഗ്ലാസ് ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണല്ലേ, ഗ്ലാസ് എന്ന് പറയുമ്പോൾ അത് ശരിയായ കാര്യമാണ്. അപ്പോൾ ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഒരു ചോദ്യം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? വജ്രം അല്ലേ, അറിയാം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? വജ്രമാണ്. മറ്റൊന്നുകൂടി, പാലിന് pH മൂല്യം 7 കൂടുതലാണ്. തെറ്റായെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിഭാസം അല്ല. അതിപ്പോൾ എത്രയാണ് പാലിൻ്റെ pH? 6.6 ആണ് പാലിൻ്റെ pH. 6.6 ആണ് പാലിൻ്റെ pH എന്ന് പറയുന്നത്. ഗ്ലാസ്സിനെ മുറിക്കുന്ന പദാർത്ഥം ഏതാണ്? വജ്രം. 2 more ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഡാൽട്ടൺ നിയമം. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ വീർക്കുന്നു. ഏത് വാതക നിയമവുമായിട്ടാണ്? വാതക നിയമം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ആൻസർ എന്താണ്? ആൻസർ ചാൾസ് നിയമമാണ്. ആൻസർ ചാൾസ് നിയമമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് സാന്നിധ്യം മൂലം അപ്പം വീർക്കുന്നു ഇല്ലേ. അപ്പം വീർക്കുന്നത് ചാൾസ് ഏത് നിയമപ്രകാരമാണ്? വാതക നിയമം ഏതാണ്? ചാൾസ് നിയമം. ചാൾസ് നിയമമാണ് പറയുന്നത്. ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിന് നേർ അനുപാതമാണ് ചാൾസ് നിയമം അല്ലേ. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് സാന്നിധ്യം മൂലം അപ്പം വീർക്കുന്നു, ചാൾസ് നിയമം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ ചാൾസ് നിയമമാണ്. ഓക്കെ. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ് അല്ലേ. ഇതോട് ബന്ധപ്പെട്ട ചോദ്യം അതൊക്കെയാണ്.
അത് ഹരിതഗൃഹ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഹരിതഗൃഹ വാതകത്തിന് പ്രഭാവത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുപോലെ മാവ് പുളിക്കുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, മാവ് പുളിക്കുമ്പോൾ പുറത്ത് വരുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ മറ്റൊന്ന്, ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അല്ലേ? അപ്പോൾ ഇവിടെ നിയമം ചാൾസ് നിയമം ഓർക്കുക. ഓക്കെ, ബാക്കി നിയമങ്ങൾ പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾസ് കൂടി പറയേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രാഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്രയാണ്? 108 ഗ്രാം, 108 × 6.022 10⁻23 ഗ്രാം, 6.022 × 10⁻23 ഡിവൈഡ് ബൈ 108 ഗ്രാം, 6.022 × 10⁻23 ഗ്രാം. ഇവിടുത്തെ ആൻസർ, ഒരു പദാർത്ഥം തന്മാത്രാഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ, അത്രയും തന്മാത്രകളുടെ പിണ്ഡം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താ ഇവിടുത്തത്? ഓപ്ഷൻ എ ആണ്, 108 ഗ്രാമാണ് അതിൻ്റെ ആൻസർ. 108 ഗ്രാം, ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. 6.022 × 10⁻23 എന്ന് പറയുമ്പോൾ അല്ലേ, അതെന്താ? താപനിലയുടെ കാര്യമാണ് അവിടെ പറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഉള്ള തന്മാത്രയുടെ പിണ്ഡം എന്നാണ് ചോദിച്ചത്. നമ്മുടെ ആൻസർ 108 ഗ്രാമാണ്. ഇവിടെ STP യിൽ സ്ഥിതി ചെയ്യുന്ന, STP എന്നൊരു അറിയാമല്ലോ, STP യിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ആ ഒരു മോളിൻ്റെ വ്യാപ്തി എത്രയാണ്? 22.4 ലിറ്റേഴ്സാണ്. 22.4 ലിറ്ററാണ് വരുന്നത്. അതുപോലെ താപനില ഏകദേശം 273 കെൽവിൻ, കെയും മർദ്ദം 1 ആയാൽ 1 വെച്ചിരുന്നാൽ ഏതൊരു വാതകത്തിൻ്റെയും 6.022 × 10⁻23 തന്മാത്രകൾക്ക് 22.4 ലിറ്റർ വ്യാപ്തമുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് 108 ഗ്രാം ആണ് ഭാരം വരുന്നതെങ്കിൽ ഈ ഇതിനകത്ത് 6.022 × 10⁻23 തന്മാത്രയുടെ പിണ്ഡം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? 108 ഗ്രാം തന്നെയായിരിക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ പറയാനുള്ളത് ഇതാണ്, STP യിൽ എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും അതിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ, STP യിൽ പറയുന്നത്. ഇനി STP എന്ന് വിളിക്കുന്നത് എന്താണ്? 273 കെൽവിൻ ഊഷ്മാവിനെയും 1 അറ്റ്മോസ്ഫിയർ മർദ്ദത്തെയുമാണ് STP എന്ന് വിളിക്കുക. STP എന്താണ്? 273 കെൽവിൻ ഊഷ്മാവിനെയും 1 അറ്റ്മോസ്ഫിയർ ATM മർദ്ദത്തെയുമാണ് STP അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതെപ്പോഴും എത്രയാണ്? 22.4 ലിറ്റർ ആയിരിക്കും. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷം? ആവർത്തന പട്ടിക വർഷം ആചരിച്ച ഏത് വർഷമാണ്? 2019 ആണ്. 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത്. ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് 2019 ആവർത്തന പട്ടിക എന്ന് പറയുന്നത് എന്താണ്? മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച പട്ടികയാണ് ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിൾ. മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അല്ലെങ്കിൽ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ അല്ലേ. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ദിമിത്രി മെൻഡലിയേവ് ആണ്. ദിമിത്രി മെൻഡലിയേവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്, മോഡേൺ ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? മോസ്ലിയാണ്. മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയാണ്. ഓക്കെ, നോക്കാം. ISRO 2023 സെപ്റ്റംബർ 2 പുറത്തിറക്കിയ നടപ്പാക്കിയ ദൗത്യം ഏതായിരുന്നു? അറിയാവുന്ന ആൻസറാണ്. ഓപ്ഷൻ ബി, ആദിത്യ L1. നെക്സ്റ്റ് വൺ, ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത്? ബുക്കർ പുരസ്കാരം. ആൻസർ ഓപ്ഷൻ ഡി, അയർലൻഡ് ആൻഡ് യു കെ. അടുത്ത ഒരെണ്ണം, രാജാറാം മോഹൻ റോയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, സതിയെ എതിർത്തു, ആര്യ സമാജ് സ്ഥാപകൻ, ആധുനിക വിദ്യാഭ്യാസം തേടി.
തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. ആര്യസമാജ സ്ഥാപകനാണ് അല്ലേ? ആര്യസമാജ സ്ഥാപകൻ സ്വാമി ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജ സ്ഥാപകൻ. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് SIP എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണ്? SIP എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണ്? സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, സേവിങ് ഇൻ പ്രൊവിഡൻറ്റ് ഫണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. SIP എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് SIP. അടുത്തത് വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ബയോളജി ക്വസ്റ്റ്യൻസ് കടന്നു വരുന്നു ഒരെണ്ണം ഇടയ്ക്ക്, അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രക്തചംക്രമണം, പരിണാമ സിദ്ധാന്തം, ജനിതകശാസ്ത്രം, ജീവികളുടെ വർഗീകരണം. വില്യം ഹാർവേ അദ്ദേഹം സയൻറ്റിസ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്താണ്? രക്തചംക്രമണം. രക്തചംക്രമണത്തെക്കുറിച്ച് പറഞ്ഞു തരാണ് വില്യം ഹാർവേയാണ്. രക്തചംക്രമണം വില്യം ഹാർവേയാണ്. ഇവിടെ ജനിതകശാസ്ത്രം ആരാണ്? ഗ്രിഗർ മെൻ്റലാണ്. ഗ്രിഗർ മെൻ്റലാണ് ജനിതകശാസ്ത്രത്തിൻ്റെ പറയുന്നത്. പരിണാമം ആരാണ്? ചാൾസ് ഡാർവിൻ അല്ലേ? വർഗീകരണം ലിനേയസ് എന്ന് പറയാം. ലിനേയസ്, കാൾ ലിനേയസ്. ഒന്നുകൂടി, രക്തചംക്രമണം വില്യം ഹാർവേ, ജനിതകശാസ്ത്രം ഗ്രിഗർ മെൻ്റൽ, പരിണാമ സിദ്ധാന്തം എന്നാണ് ചാൾസ് ഡാർവിൻ അല്ലേ? വർഗീകരണം ഏതാണ്? ലിനേയസ്, കാൾ ലിനേയസ്. അടുത്തത് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, BR അംബേദ്കർ, ലാൽ ബഹദൂർ ശാസ്ത്രി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? BR അംബേദ്കർ ആണ് അല്ലേ? BR അംബേദ്കർ ആണ് 3 സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? കരൾ, ഹൃദയം, വൃക്ക, ശ്വാസകോശം. അരിപ്പ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൃക്കയാണ് ശരീരത്തിൽ അരിപ്പ എന്ന് അറിയപ്പെടുന്നത്. വൃക്കയാണ് ശരീരത്തിൻ്റെ അരിപ്പ എന്ന് അറിയപ്പെടില്ല. രാസശാല എന്നൊക്കെ പറയുന്ന ആരാണ്? കരളാണ് അല്ലേ? പരീക്ഷണശാല എന്ന് പറയുന്നത് കരളാണ്. ഓക്കെ, ഹൃദയം എന്ന് പറഞ്ഞ സിമ്പിളെ നമുക്ക് എന്തറിയാം? ഹൃദയത്തിന് 4 അറകളുണ്ട് അല്ലേ? മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. മുകളിൽ 2 ഓറിക്കിൾസ് ഉണ്ട്, താഴെ 2 വെൻട്രിക്കിൾസ് ഉണ്ട് അല്ലേ? ഈ ഓറിക്കിളും വെൻട്രിക്കിളും കണക്ട് ചെയ്യാൻ അവിടെ എന്തുണ്ട്? വാൽവുകളുണ്ട്. രണ്ടിടത്തും വാൽവുകളുണ്ട് അല്ലേ? ഒരു സൈഡിലേക്ക് പോകുന്ന വാൽവുകളാണ് ഉള്ളത്. ഇതിലേക്ക് രക്തക്കുഴൽ ധാരാളമുണ്ട് അല്ലേ? ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ഏതാണ്? ഹൃദയത്തിന് പെരികാർഡിയം അല്ലേ? കാർഡിയനൽ, നമ്മൾ എപ്പോഴും പറഞ്ഞ കാർഡിയനൽ എന്ന് പറയുന്ന പോലെ തന്നെ പെരികാർഡിയമാണ് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം എന്ന് പറയാം അല്ലേ? ശ്വാസകോശം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്തറിയാം? ശ്വാസകോശം അല്ലേ? അത് ശ്വാസകോശത്തിന് പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ഏതാണ്? പ്ലൂറ സ്ഥലമാണ്. അത് സംരക്ഷിക്കുന്നു, മറ്റു ക്ഷതങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫൂരിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. ആൻസർ നമുക്ക് എന്താണ് പറയേണ്ടത്? ലാക്റ്റിക് ആസിഡ് അല്ലേ? നമ്മൾ ദന്തക്ഷയം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം ഓർത്താൽ മതി. ഏറ്റവും കൂടുതൽ പാല് കുടിക്കുന്നില്ല, പാലിൻ്റെ ഉപയോഗം ചെയ്യുന്നതും ആ സമയത്തിൽ കുട്ടികൾക്കാണ്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് പല്ലിൻ്റെ ദന്തക്ഷയം ഓർക്കാം. പല്ലിങ്ങനെ ഫ്രണ്ടിലത്തെ പല്ലെല്ലാം പോയി കാണത്തില്ലേ? അത് ഓർത്ത് നമുക്ക് എഴുതാം ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ദന്തക്ഷയത്തിന് കാരണം പ്രവർത്തിക്കുന്ന ആസിഡ്, പല്ലിലേക്ക് പ്രവർത്തിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ് അല്ലേ? പല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള അല്ലേ, ഏറ്റവും കട്ടുകൂടിയ സാധനം ഇനാമൽ എന്നല്ലേ പറയാം അല്ലേ? ഇനാമൽ, പല്ലിൻ്റെ സ്ട്രക്ചർ ഇനാമൽ എന്നാണ് പറയുന്നത് അല്ലേ? പല്ലിൻ്റെ ഏറ്റവും, അതായത് പല്ലിൽ എന്ന് പറഞ്ഞാൽ പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായ അല്ലേ, നിർജീവ ഭാഗം എന്താ? ഇനാമലാണ് അല്ലേ? ഏറ്റവും കടുപ്പമേറിയ ഭാഗം, ഒരു ക്വസ്റ്റ്യനാണിത്. ഇതിനകത്ത് ഏറ്റവും കടുപ്പമേറിയ, പല്ലിൻ്റെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇനാമലാണ്. ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇനാമലാണ്. എന്നാൽ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണ്? ഡെൻറ്റൈനാണ്. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന അർത്ഥം എന്താണ്? ഡെൻറ്റൈനാണ്. ഓക്കെ, അപ്പോൾ ദന്തക്ഷയം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് കാരണം ലാക്റ്റിക് ആസിഡാണ് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ദ്രവിപ്പിക്കാൻ ആർക്ക് കഴിയും? ലാക്റ്റിക് ആസിഡ് കഴിയുന്നുണ്ട്, അതുകൂടി ഓർക്കുക. അപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? പല്ലിൽ കാണപ്പെടുന്ന നിർജീവ പദാർത്ഥം ഭാഗം ഏതാണ്? നിർജീവ ഭാഗം ഏതാണ്? ഇനാമലാണ് അല്ലേ? നിർമ്മിച്ചിരിക്കുന്ന വസ്തു,
പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്? ഡെൻറ്റൈനാണ് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ഡോക്ടർ അല്ലേ, ഡെൻറ്റൈൻ നോർക്ക് പദാർത്ഥമാണ് ഡെൻറ്റൈൻ നോർക്ക്. ഓക്കെ, ഇപ്പോൾ ഡെൻറ്റൈനെ പൊതിഞ്ഞാണ് എന്ത് കാണപ്പെടുക? ഇനാമൽ കാണപ്പെടുക. ഡെൻറ്റൈനെ പൊതിഞ്ഞിട്ടുമാണ് എന്ത് കാണുന്നത്? ഇനാമൽ കാണപ്പെടുക. അപ്പോൾ മനുഷ്യരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏത് തന്നെയാണ്? ഇനാമലാണ്. ഇതിനെല്ലാം ദ്രവിപ്പിക്കാൻ ആർക്ക് കഴിയുന്നുണ്ട്? ലാക്റ്റിക് ആസിഡ് കഴിയുന്നുണ്ടെന്ന് കൂടി ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. വിറ്റമിൻ ഡിയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? അല്ലേ, എവരിവൺ അറിയാതെ. ഏത് രോഗമാണ്? പഠിച്ചിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്. എന്താണ് രോഗം? കണ രോഗം അല്ലേ. കണാലെ മറ്റൊരു പേര് റിക്കറ്റ്സ് എന്നാണ് പറയുക. ഇനിയും പറയണ്ടല്ലോ, സ്കാർവി വൈറ്റമിൻ സി എന്നറിയാം. അനീമിയ ഏതാണ്? ഹീമോഗ്ലോബിൻ്റെ കുറവല്ലെങ്കിൽ അയണിൻ്റെ കുറവുണ്ടാകാം കേട്ടോ. ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ അയൺ ഇങ്ങനെ അയൺ കുറവുണ്ടാകാം. ഗോയിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? അയോഡിൻ്റെ കുറവുണ്ടാകുന്നതാണ് ഗോയിറ്റ് അല്ലേ, തൊണ്ടമുഴ എന്നാണ് പറയുക. ഓക്കെ, കാണാം, നമുക്കറിയാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാം. ഓക്കെ, സി ഒക്കെ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ. സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാമാണ്? സങ്കരയിനം വിളകളാണ് ചോദിച്ചിട്ടുള്ളത്. ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. 2, 3 ആണ്. സങ്കരയിനം പയർവിത്ത്, ജ്യോതിക സങ്കരയിനം പയർവിത്താണ്. ദെൻ 3 കിരൺ സങ്കരയിനം വെണ്ടയാണ്. ജ്യോതികയും കിരണിനെ ഓർത്ത് വെക്കുക കേട്ടോ. ജ്യോതിക പയറും കിരൺ വെണ്ടയുമാണ് കേട്ടോ. ജ്യോതിക പയർ, കിരൺ വെണ്ട കേട്ടോ. വെണ്ട കിരൺ, പയർ ജ്യോതിക അല്ലേ. ജ്യോതിക പയർ, കിരൺ വെണ്ടയ്ക്ക. ഓക്കെ, നെക്സ്റ്റ് വൺ. അത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. സങ്കരയിനം വിളകൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് വൺ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 5, ഡിസംബർ 14, സെപ്റ്റംബർ 16, മെയ് 22. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡിസംബർ 14 ആൻസർ അല്ലേ. 14 ആൻസർ. 5 ഏതാണ്? പരിസ്ഥിതി ദിനം അറിയാലോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? വർഗീസ് കുര്യൻ, ഹീരാലാൽ ചൗധരി, MS സ്വാമിനാഥൻ, ആർ മിശ്ര. ദ ആൻസർ ഈസ് MS സ്വാമിനാഥൻ അല്ലേ. MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ആ കാലഘട്ടത്തിൽ ഏത് വിളയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്? ഹരിത വിപ്ലവ കാലഘട്ടത്തിൽ ഏത് വിളയാണ് ഹരിത വിപ്ലവ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നത്? ഗോതമ്പിൻ്റെ വിളയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക അല്ലേ. വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ആരാണ്? ധവള വിപ്ലവം. ധവള എന്ന് പറയുമ്പോൾ ആരാണത്? പാലാണ്. ധവള വിപ്ലവം പാലാണ്. വർഗീസ് കുര്യൻ ധവള വിപ്ലവം, MS സ്വാമിനാഥൻ ഹരിത വിപ്ലവമാണ്. അവിടെ സംഭവം ഏതാണ്? ഗോതമ്പാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ആ സമയത്ത്. ഓക്കെ, വർഗീസ് കുര്യൻ, ധവള വിപ്ലവം, പാല്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? കോട്ടയം, വയനാട്, ഇടുക്കി, കണ്ണൂർ. ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് കണ്ണൂരാണ്. കണ്ടൽക്കാട് കൂടുതലുള്ളത് കണ്ണൂരാണ്. കണ്ടൽക്കാടുകൾ കൂടുതലുള്ള സ്ഥലം. നെക്സ്റ്റ് വൺ. താഴെ പറഞ്ഞ ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം. ദ്രാവകത്തിന് സങ്കോചിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിന് വികസിക്കാനുള്ള കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് വൺ. പ്രകാശപ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏതാണ്? പ്രകീർണനം എന്ന് പറയുമ്പോൾ ഘടകവർണ്ണങ്ങളെ വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അപ്പോൾ പ്രകാശപ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഉദാഹരണം ഏതാണ്? ഇടിമിന്നൽ, മഴവില്ല്, ആകാശത്തെ നീലിമ, സൂര്യൻ്റെ ചുവപ്പ് നിറം. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, മഴവില്ല്. മഴവില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ വിബ്ജിയോറായിട്ട് ഇങ്ങനെ ഘടകവർണ്ണങ്ങളെ പ്രകാശം ഇങ്ങനെ വിബ്ജിയോറായി അല്ലേ. സൺലൈറ്റ് വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ അല്ലേ. വിബ്ജിയോർ ഇങ്ങനെ വന്നില്ലേ. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങൾ വേർതിരിയുന്ന പ്രതിഭാസമാണെന്ത്? പ്രകീർണനം. അപ്പോൾ നാച്ചുറലി അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള ഉദാഹരണം ഏതാണ്? മഴവില്ലാണ് ഉദാഹരണം. അപ്പോൾ ഇത് പ്രകാശം അടിക്കുമ്പോൾ ഇങ്ങനെ ഭൂമിയിലേക്ക് വരുമ്പോൾ അത്
ഏതെങ്കിലും വസ്തുക്കൾ തട്ടിയിട്ട് അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്നു. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങനെയായിട്ട് തരംഗദൈർഘ്യം അനുസരിച്ചത് പിരിയുന്നുണ്ട്, വേർതിരിയുന്നുണ്ട്. അതാണെന്ത്? പ്രകാശ പ്രകീർണം. അപ്പോൾ ഇത് ഉദാഹരണം ഏതാണ്? മഴവില്ലാണ് അതിൻ്റെ ഉദാഹരണമായി പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ദോലനത്തിൻ്റെ ഉദാഹരണം ഏതാണ്? പമ്പരം കറങ്ങുന്നത്, ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനം. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ഊഞ്ഞാലിൻ്റെ ചലനമാണ് ഏത്? ദോലനം അല്ലേ? ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനം എന്ന് പറയുന്നത് അല്ലേ? ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനം എന്ന് പറയും. ഊഞ്ഞാൽ ഇങ്ങോട്ടാടുന്നു, അങ്ങോട്ട് പോകുന്നു അല്ലേ? അതാണ് ദോലനം. ഒരേപോലെ അങ്ങോട്ട് എത്ര നമ്മൾ ഇങ്ങോട്ട് തള്ളുന്നോ അത്രയും അങ്ങോട്ട് തന്നെ പോകുന്നതാണ് ദോലനം. ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനം. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ആൻസർ സൗരോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. സൗരോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നതാണ് സോളാർ സെല്ലിൽ നടക്കുന്ന പ്രവർത്തനം. സൗരോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. നെക്സ്റ്റ് വൺ, ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ചോദിച്ചു. നമുക്ക് എന്താണ് ആൻസർ? ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണെന്നാണ് തെറ്റായ പ്രസ്താവന. ആൻസർ അതാണ്. ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണെന്നാണ് അതിൻ്റെ ആൻസർ. ഹൈഡ്രജനെ പറ്റി ഇവിടെ കൊടുത്ത പോയിൻറ്റ്സ്: 1, ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. 3 പോയിൻറ്റ്സ് അല്ലേ? നിറമില്ലാത്തത്, തീ പിടിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു, റോക്കറ്റിൻ്റെ ഇന്ധനമായി ഉപയോഗിക്കുന്നു അല്ലേ? ഹൈഡ്രജൻ്റെ അറ്റോമിക് സംഖ്യ എത്രയാണ്? 1 ആണ്. ഹൈഡ്രജൻ അറ്റോമിക് സംഖ്യ 1. കണ്ടുപിടിച്ച ആരാണ്? കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് അല്ലേ? പേര് കൊടുത്ത പക്ഷേ ആരാ? ലാവോസിയാണ് പേര് കൊടുത്തത്. മറ്റൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നത്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. കലോറിഫിക് വാല്യം അല്ലേ? കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനവും ഹൈഡ്രജനാണ്. ഓക്കെ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ളത്, ആറ്റോമിക് നമ്പർ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഏതാണ്? ഹൈഡ്രജൻ ആറ്റമാണ്. വേറൊന്നുകൂടി, എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള അതിൻ്റെ പൊതുഘടകം, എല്ലാ ആസിഡുകളുടെയും പൊതുഘടകം ആരാണ്? ഈ ഹൈഡ്രജനാണ്. എല്ലാ ആസിഡുകളുടെയും പൊതുഘടകം ഹൈഡ്രജനാണ്. ഓക്കെ. അതിൻ്റെ 3 ഐസോട്ടോപ്പില്ലേ? ഏതൊക്കെയാണ് 3 ഐസോട്ടോപ്പ് എന്ന് പറയാം? പ്രോട്ടിയം അല്ലേ? ഡ്യൂട്ടീരിയം അതുപോലെ ട്രിഷ്യം. അറിയാമല്ലോ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യമാണ് 3 ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, 2023 രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തം. അത് അങ്ങ് പഠിച്ചു വയ്ക്കുക. ക്വാണ്ടം ഡോട്ടാണ്. 2023 രസതന്ത്രം ക്വാണ്ടം ഡോട്ട്സ് ആയിരുന്നു. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിൽ ആദ്യത്തെ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? L1 സൂചിപ്പിക്കുന്നത് എന്താണ്? ഏതാണ്? ലഗ്രാഞ്ചിയൻ പോയിൻറ്റ് 1. L1 അതാണ് ലഗ്രാഞ്ചിയൻ പോയിൻറ്റ് 1. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? രോഗം ഏതാണ്? ആൻസർ അതാണ് ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി കേട്ടോ. ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം, കൊളറ, വിബ്രിയോ കൊളറ ഉണ്ടാക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് അല്ലേ? വിബ്രിയോ കൊളറ ഉണ്ടാക്കുന്നതാണ്. നെക്സ്റ്റ്, അനാഫിലിസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? രോഗം ഏതാണ്? മന്തുണ്ട്, ചിക്കൻ ഗുനിയ, മലമ്പനി, ഡെങ്കിപ്പനി. അനാഫിലിസ് പെൺകൊതുക് പരത്തുന്ന രോഗം ഏതാണ്? ആൻസർ ഏതാണ്? മലമ്പനിയാണ്. അനാഫിലിസ് പെൺകൊതുകുകൾ, ഫീമൻ അനാഫിലിസ് മസ്കിറ്റോ, മലമ്പനിയാണ് പരത്തുന്നത്. മലമ്പനി അല്ലേ? മന്തൊക്കെ എന്താണ്? ക്യൂലെക്സ് കൊതുകുകളാണ് മന്ത് പരത്തുക. എന്താണ്? ക്യൂലെക്സ് കൊതുകുകളാണ് മന്ത് പരത്തുക. ക്യൂലെക്സ് കൊതുകുകൾ. ഡെങ്കിപ്പനി എന്ന് പറഞ്ഞല്ലോ. ഡെങ്കിപ്പനി വരുത്തുന്ന ആരാണ്? ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി അല്ലേ? ഈജിപ്റ്റുകാരെന്ന് ഓർത്താൽ മതി. ഈഡിസ് ഈജിപ്റ്റിയാണ് ഡെങ്കിപ്പനി പരത്തുക. ഓക്കെ. ചിക്കൻ ഗുനിയയും ആരാണ്?
ഈഡീസ് ഈജിപ്റ്റി ആണ്. ഈഡീസ് ഈജിപ്റ്റി ആണ് ചിക്കൻ കുനിയ ആൻഡ് ഡെങ്കിപ്പനി പരത്തുക. മലമ്പനി ഫീമെയിൽ അനാഫിലിസ് മൊസ്കിറ്റോ. മന്ത് പറഞ്ഞില്ല, മന്ത് ഏതായിരുന്നു? ക്യൂലെക്സ് കൊതുകുകൾ. ക്യൂലെക്സ് പെണ്ണാണ് മന്ത്. മലമ്പനി ഫീമെയിൽ അനാഫിലിസ് പെൺകൊതുകുകൾ. നെക്സ്റ്റ് വൺ, ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ഇവിടെ കോറിനി ബാക്ടീരിയം, ഡിഫ്തീരിയം, വിബ്രിയോ കോളറെ, ലെപ്റ്റോസ്പൈറ ഇറോഗാൻസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അല്ലേ? ക്ഷയരോഗത്തിൻ്റെ നമ്മൾ ഷോർട്ട് ഫോം എന്താ പറയുക? TB എന്നല്ലേ പറയുക. അപ്പോൾ അതിന് ആൻസർ കിട്ടുമല്ലോ. ഏതാ ആൻസർ? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അല്ലേ? TB ട്യൂബർക്കുലോസിസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ TB നമുക്ക് ക്ഷയരോഗം TB ആണ്. ട്യൂബർക്കുലോസിസ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് അത് വരുത്തുക. അല്ലേ? ഇവിടെ വിബ്രിയോ കോളറ എന്ന് പറയുമ്പോൾ എന്താണ്? വിബ്രിയോ കോളറെ എന്ന് പറയുമ്പോൾ ആരുടെയാണത്? വിബ്രിയോ കോളറ എന്താ പറഞ്ഞ എന്താണ്? കോളറയാണ്. വിബ്രിയോ കോളറ. ഇവിടെ കോറിനി ബാക്ടീരിയം, ഡിഫ്തീരിയ അവിടെ തന്നെ പേരിലുണ്ട്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ഉണ്ടാക്കുന്നതാണ്. വിബ്രിയോ കോളറ ഉണ്ടാക്കുന്നതാണ്. ലെപ്റ്റോസ്പൈറ ഇറോഗാൻസ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുമ്പോൾ എലിപ്പനിയാണ്. ലെപ്റ്റോസ്പൈറ ഇറോഗാൻസ് അല്ല. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിയാണ് എലിപ്പനി. ഓക്കെ, ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിയാണ് ഇലപ്പനി എന്ന് പറഞ്ഞാൽ. എലിപ്പനിയാണ്. ലെപ്റ്റോസ്പൈറ മാത്രം നമുക്ക് എടുത്ത് ഇലക്ട്രോ ഹെമറാജിയ എലിയാണ്. ഓക്കെ, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്താണ്? TB ആണ്, ക്ഷയരോഗമാണ്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. വിബ്രിയോ കോളറയാണ്. ഇത്ര ഓർക്കുക. ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ആർത്തറോസ്ക്ലെറോസിസ്, പ്രമേഹം, ഹീമോഫീലിയ, ഹൃദയാഘാതം. ഇതിലെ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ആൻസർ ഈസ് ഹീമോഫീലിയ. അല്ലേ? ഹീമോഫീലിയ ആണ് അത് ഉണ്ടാകുന്നത്. ഹീമോഫീലിയ ആണ് ആൻസർ. എന്ന് പറഞ്ഞാൽ എന്താ? ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജനിതക രോഗമാണെന്ത്? ഹീമോഫീലിയ. ഹീമോഫീലിയ പാരമ്പര്യ രോഗമാണ് ഹീമോഫീലിയ. അല്ലേ? അത് ജീൻസിൻ്റെ കുഴപ്പം കൊണ്ട്, ക്രോമസോമുകളുടെ കുഴപ്പം കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ്. അത് പാരമ്പര്യമായി സംഭവിക്കുന്ന കുഴപ്പമാണ്. അതായത് ജനറേഷൻസ് ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അസുഖമാണത് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ. ഇതെന്താണത്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥയാണെന്ത്? ഹീമോഫീലിയ എന്ന് പറഞ്ഞ് ഉണ്ടാവുന്നത്. ഇതിൽ ഹീമോഫീലിയ മാത്രമല്ല ജനിതക രോഗം. അല്ലേ? ബാക്കിയുള്ളത് ജനിതക രോഗങ്ങൾ ഏതൊക്കെ അറിയാൻ പറ്റും? ഏതൊക്കെയാണ്? ഒന്ന് സിക്കിൾ സെൽ അനീമിയ. അല്ലേ? അനീമിയ. മറ്റൊന്ന് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. സിക്കിൾ സെൽ അനീമിയ എപ്പോഴും ചോദിക്കുന്നുണ്ട്. ജനിതക രോഗം ഹിമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, കണ്ടിജൻസ് ഡിസീസുകൾ, അതുപോലെ കളർ ബ്ലൈൻഡ്നെസ്, കളർ വേർതിരിച്ചറിയാനൊക്കാത്ത അവസ്ഥ, പച്ചയും നീലയും ഒക്കെ. അതാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് വൺ, ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? 14, 17, 29, ഏപ്രിൽ 19. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, നവംബർ 14. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. പുകവലി മൂലം എംഫീസിമയും അതുപോലെ ബ്രോങ്കൈറ്റിസും ഉണ്ടാകുന്നു. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? എംഫീസിമയും ബ്രോങ്കൈറ്റിസുമാണ് അസുഖങ്ങൾ ഉണ്ടാവുക. ഇനി ഇവിടെ ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർത്തറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആർത്തറോസ്ക്ലെറോസിസ്? രക്തക്കുഴലുകൾ ഉണ്ടല്ലോ, അല്ലേ? അതിലേക്ക് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട്, അല്ലേ? അതുവഴി ബ്ലഡ് പോകാത്ത അവസ്ഥയാണെന്ത്? ആർത്തറോസ്ക്ലെറോസിസ്. അല്ലേ? ശ്വാസകോശത്തെ ബാധിക്കുന്ന, പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്നത് എംഫീസിമയും ബ്രോങ്കൈറ്റിസുമാണെന്ന് പഠിച്ചു. അത് രണ്ടും ഓർത്ത് വെക്കാം. ഇനി അതല്ലാതെ ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ വേറെ ഏതൊക്കെയുണ്ട്? ഏതാണെന്ന്? സാർസ് ഉണ്ട്, സിലിക്കോസിസ്, ക്ഷയം. TB പഠിച്ചില്ലേ? TB, സാർസ്, ക്ഷയം, സിലിക്കോസിസ്
സിലിക്കോസിസ്, ദെൻ ക്ഷയം, പിന്നെ സാർസ് രോഗം. ഇതെല്ലാം എന്താണ്? ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. എന്നാൽ പുകവലി മൂലം ബാധിക്കുന്നതാണ് എംഫീസിമയും ബ്രോങ്കൈറ്റിസും, അല്ലേ? ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക? നമുക്കെന്തറിയാം? ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോഴല്ലേ ബ്രോങ്കൈകളുണ്ട്, ശ്വാസകോശത്ത് ട്രക്കിയ, അല്ലേ? ഇതാണ് ബ്രോങ്കൈ, ഇത് ശ്വാസകോശം. ഇപ്പോൾ ബ്രോങ്കൈറ്റിസ് എന്ന് പറയും ബ്രോങ്കസിനെ കൂടി ബാധിക്കുന്ന അസുഖം ബ്രോങ്കൈറ്റിസ്, അത് ഓർത്തിരിക്കുക. അപ്പോൾ ശ്വാസകോശം നമുക്ക് ഓർക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകഘടകം ഏതാണ്? അന്നജം, മാംസ്യം, ധാതുക്കൾ, വിറ്റാമിനുകൾ. ആൻസർ ഏതാണ്? ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ കോശങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക്കാണ്, അല്ലേ? കോശങ്ങൾ. ആ കോശങ്ങൾ കൂടിച്ചേരുന്നതാണ് എന്ത്? കലകൾ എന്ന് പറയുക. കലങ്ങൾ കൂടിച്ചേരുന്നതാണ് എന്ത്? അവയവം ഉണ്ടാവും. അവയവം ചേരുമ്പോഴാണ് ബോഡി ഉണ്ടാവും, അല്ലേ? കലകളാണ് ഏറ്റവും സെല്ലുകൾ, കലകൾ അല്ല, കോശങ്ങൾ. സെല്ലാണ് ആദ്യം. ആ സെല്ലുകൾ ഒരേ ഗ്രൂപ്പിലുള്ള ഒരേ തരത്തിലുള്ള സെല്ലുകൾ കൂടിച്ചേരുന്നതാണ് കലകൾ എന്ന് പറയുന്നത്. ആ കലകൾ ഒരേ തരത്തിലുള്ള കലകൾ കൂടിച്ചേരുന്നതാണെന്ത്? അവയവങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ അവയവങ്ങളെല്ലാം കൂടി ചേർന്ന് അങ്ങനെ ഓരോ ഗ്രൂപ്പ് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെയാണ് പലതരം വ്യവസ്ഥകൾ ചേരുമ്പോഴാണ്, അല്ലേ? അവയവ വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? പേശി വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, ദഹന വ്യവസ്ഥ, അല്ലേ? അങ്ങനെ പലതരമുണ്ട്. അതെല്ലാം കൂടി ചേർന്നാണ് എന്ത്? നമ്മുടെ ശരീരം ഉണ്ടായേക്കുന്നത്. അപ്പോൾ അങ്ങനെ ശരീരകലകളുടെ നിർമ്മാണത്തിന്, കോശങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകഘടകം ഏതാണ്? ആൻസർ ഈസ് മാംസ്യമാണ് ആ പോഷകഘടകം. കലകളുടെ നിർമ്മാണത്തിന് ആവശ്യം പോഷകഘടകം ഏതാണ്? മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻസ് എന്ന് പറയും. അല്ലേ? പോഷകഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ചെറുകുടലിൽ വെച്ച് നമ്മുടെ ശരീരം ആഹാരം ദഹിച്ച് കഴിയുമ്പോൾ ചെറുകുടലിൽ വെച്ചിട്ടത് എങ്ങോട്ട് പോകുന്നു? വില്ലസുകൾ വഴി രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ പോഷകഘടകങ്ങളാണിത്? അന്നജവും മാംസ്യവും ധാതുക്കളും വിറ്റമിൻസും ഒക്കെ. അതിലൊന്നാണെന്ത്? മാംസ്യം. ആ ശരീരകലകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എനർജി പെട്ടെന്ന് കിട്ടണേ ആര് വേണം? അന്നജം തന്നെ ആവശ്യമുണ്ട്. നെക്സ്റ്റ് വൺ. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത രോഗത്തിന് കാരണം? വിറ്റമിൻ എ, വിറ്റമിൻ ഡി, വിറ്റമിൻ സി, വിറ്റമിൻ കെ. ഏതാണ് നിശാന്തത രോഗത്തിന് കാരണം? ഏതാണ് നിശാന്തത രോഗത്തിന് കാരണം? ഏത് അസുഖമാണ്? വിറ്റമിൻ എ ആണോ, ഡി ആണോ, സി ആണോ? ഒക്കെ നമ്മൾ ധാരാളം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് ആൻസർ എന്താണ്? വിറ്റമിൻ എ ആണ് അതിൻ്റെ, അല്ലേ? വിറ്റമിൻ എ ഡെഫിഷ്യൻസി ആണ് അത്, അല്ലേ? ഡി കാണാം. വിറ്റമിൻ കെ ഡെഫിഷ്യൻസി ഏതാണ്? വിറ്റമിൻ കെ എന്ന് പറയുമ്പോൾ ഡെഫിഷ്യൻസി ഏതാണ്? വിറ്റമിൻ കെ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥ, അല്ലേ? നമുക്കൊരു മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കണം. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അത് വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ. വൈറ്റമിൻ കെ. അപ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കുക എന്നുള്ള വൈറ്റമിൻ കെ കുറഞ്ഞുള്ള അവസ്ഥ. ഓക്കെ, നെക്സ്റ്റ് വൺ. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഫോസ്ഫേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്. ഇതിലേതാണ് അസ്ഥികൾക്ക് കാഠിന്യം കൊടുക്കുന്നതെന്ന് ചോദ്യം. ആൻസർ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികൾ കാഠിന്യം കൊടുക്കുന്ന കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകം ഇത് തന്നെയാണ്, കാൽസ്യമാണ്. ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം, അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ലോഹമൂലകം ഏതാണ്? കാൽസ്യമാണ്. കാൽസ്യമാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകം. അസ്ഥികളിൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകം ഏതാണ്? കാൽസ്യമാണ്, അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അസ്ഥികളിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ്? 25% ഉള്ളൂ. അസ്ഥികളിൽ 25% മാത്രമേ ജലം ഉള്ളൂ. 25% മാത്രമേ ജലം ഉള്ളൂ, അല്ലേ? അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ഏതാണ്? ചോദിക്കാം ബൈ ചാൻസ്, അല്ലേ? അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ഏതൊക്കെയാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അല്ലേ? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ഓർത്തിരിക്കുക. ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ് കാൽസ്യം, അല്ലേ? കാൽസ്യം ഓർക്കുക. അസ്ഥികളിൽ
നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ, അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ഏതാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ലോഹമൂലകം ഏതാണ്? കാൽസ്യമാണ്. ഓക്കെ, 3 പോയിൻറ്റ്സ് ആയല്ലോ. നെക്സ്റ്റ് വൺ, ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? ഗോചരസന്ധി, കീലസന്ധി, വിജാഗിരി സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. ദി ആൻസർ ഈസ് വിജാഗിരി സന്ധിയാണ്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി എന്നാണ് പറയുക. വിജാഗിരി സന്ധിയാണത്. ഓക്കെ, വിജാഗിരി സന്ധിയാണ്. നമുക്ക് നോക്കാം കീലസന്ധി എന്താണ്. കീലസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? നട്ടെല്ലിന് മുകളിൽ തലയോട് തിരിയുന്നുണ്ടല്ലോ, തലയോട് തിരിയുന്നതാണെന്ത്? കീലസന്ധി അല്ലേ. നട്ടെല്ല് തലയോട്, ഇവിടുത്തെ സന്ധിയാണെന്ത്? കീലസന്ധി. നട്ടെല്ലിന് മുകളിൽ തലയോട് തിരിയുന്ന സന്ധിയാണെന്ത്? കീലസന്ധി എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ തെന്നി നീങ്ങുന്ന സന്ധിയാണെന്ത്? തെന്നുന്ന സന്ധി എന്ന് പറയാറ്. അതായത് നമ്മുടെ കൈക്കുഴയിലും കാലുകുഴയിലും കാണുന്നതാണ് തെന്നി നീങ്ങുന്ന സന്ധികൾ എന്ന് പറഞ്ഞാൽ. തെന്നി നീങ്ങുന്ന സന്ധി കൈക്കുഴ, കാൽക്കുഴ. കൈക്കുഴയും കാൽക്കുഴയിലും കാണുന്ന സന്ധിയാണെന്ത്? തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴയിലും കാൽക്കുഴയിലും കാണുന്ന തെന്നി നീങ്ങുന്ന സന്ധി. അതായത് ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങിക്കൊണ്ടാണ് ചലനം സാധ്യമാകും. അതാണ് കൈക്കുഴയും കാൽക്കുഴയും തെന്നി നീങ്ങുന്ന സന്ധി. കീലസന്ധി എവിടെ കാണും? നട്ടലിൻ്റെ നമ്മുടെ തലയുടെയും ഇടയ്ക്ക് കാണുന്ന സന്ധിയാണ്. ഓക്കെ, ഗോളരസന്ധി എന്താണ്? അതും കൂടി നോക്കാം. ഗോളരസന്ധി എന്ന് പറയുന്നത് എന്താണ്? തോളല്ല്, ഇടുപ്പല്ല് അവിടെ കാണുന്ന സന്ധിയാണെന്ത്? ഗോളരസന്ധി. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ഏതാണ്? ഗോളരസന്ധി. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ഏതാണ്? ഗോളരസന്ധി. ഉദാഹരണം ആരൊക്കെയാണ്? തോളല്ലും ഇടുപ്പല്ലും അല്ലേ. നമ്മുടെ വിജാഗിരി സന്ധി ഇവിടെ വരും. കൈമുട്ട്, കാൽമുട്ട്, വിരലിൽ കാണുന്നതാണ് വിജാഗിരി സന്ധി. ഓക്കെ, അപ്പോൾ ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്ക് തിരിയുന്ന സന്ധി ഏതാണ്? വിജാഗിരി സന്ധി. അടുത്തത്, സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യൻ്റെ ശരീരഭാഗം ഏതാണ്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യൻ്റെ സി ആകൃതിയുള്ള ആൻസർ ഈസ് ട്രക്കിയ. സി ആകൃതിയുള്ള തരുണാസ്ഥി കാണപ്പെടുന്ന ഇവിടെയാണ് ട്രക്കിയ. സന്ധിയുണ്ട്, ചെവിയുണ്ട്, ട്രക്കിയുണ്ട്, കോക്ലിയുണ്ട്. തരുണാസ്ഥി കാണപ്പെടുന്നതാണ് ട്രക്കിയാണ് ആൻസർ. തരുണാസ്ഥിപ്പറ്റി നമുക്ക് മറ്റൊരു ചോദ്യം പറഞ്ഞാൽ എന്താണ്? അസ്ഥികളിൽ അല്ലെങ്കിൽ സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്ന ഒരു അസ്ഥിയാണെന്ത്? തരുണാസ്ഥി എന്ന് പറഞ്ഞാൽ സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥിയാണ് തരുണാസ്ഥി. ഓക്കെ, ആകെ അസ്ഥികൾ എത്ര ഉണ്ട് അത് മാത്രം എന്ന് പറഞ്ഞാൽ എത്ര അസ്ഥിയുണ്ട്? സിമ്പിൾ ചോദിക്കാം. 206 അസ്ഥിയാണ് ആകെയുള്ള അസ്ഥി. ഓക്കെ, ഇത് ട്രക്കിയ എന്ന് പറയുമ്പോൾ ഇതില്ലേ ഇവിടെ ശ്വാസകോശത്തിൻ്റെ ആ ഭാഗത്തിൽ അപ്പുറത്ത് ട്രക്കിയാണ് അതിൽ കടന്നു പോകുന്നത്. അപ്പം അതിനകത്ത് സി വളയാനും ഒക്കെ സാധിക്കുന്നത് ട്രക്കിയ ഉള്ളതുകൊണ്ടാണ് സി ആകൃതി. ഓക്കെ, നെക്സ്റ്റ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് ശാസ്ത്രനാമം. ശരിയായ ജോഡികൾ ഏതെല്ലാം ചോദിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി 1 ഉം 3 ശരിയായ ജോഡി. പൂച്ച, ഫെലിസ് ഡൊമസ്റ്റിക്കസ്, കാക്ക, കോർവസ് സപ്ലൈൻഡൻസ് അല്ലേ. മയിൽ എന്ന് പറയുമ്പോൾ ഏതാ വരിക? പാവോ ക്രിസ്റ്റി അല്ലേ. പ്രാവോ ക്രിസ്റ്റസ് എന്ന് വരിക. പാവോ എന്ന് ഓർക്കണം. മയിൽ പാവോ ക്രിസ്റ്റസ് ആണ് ഓർക്കുക. നെക്സ്റ്റ്, ജീവികളും ഹൃദയ അറകളും ശരിയായ ജോഡി കണ്ടുപിടിക്കുക അല്ലേ. ഇവിടെ ശരിയായ ജോഡി ഓപ്ഷൻ സി ആണ്. നമുക്ക് നോക്കാം അല്ലേ. പാറ്റയ്ക്ക് എത്ര ഹൃദയ അറയുണ്ടെന്നുള്ളത് അല്ലേ. പാറ്റയ്ക്ക് ഏകദേശം അല്ലേ 13, പല്ലിക്ക് 3,
പക്ഷിക്ക് എനിക്കും തെറ്റ് അല്ലേ. ഓപ്ഷൻ സി ആണ് അടുത്ത ആൻസർ. 57 ഓപ്ഷൻ സി കറക്റ്റ് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പാറ്റ തെറ്റത്തില്ല. 13 അല്ലേ, 13 എണ്ണം. പല്ലിക്ക് 3 എണ്ണം. ദെൻ പക്ഷിക്ക് അത് ഓർക്കാം 4 എണ്ണം. മത്സ്യം 2 എണ്ണം. ഇനിയും പറയാമല്ലോ. പാറ്റ 13 എണ്ണം, പല്ലി 3 എണ്ണം, പക്ഷി 4, മത്സ്യം 2. പക്ഷിക്ക് 4 അറകളേ ഉള്ളൂ. പക്ഷിക്ക് 4 ഹൃദയ അറകളേ ഉള്ളൂ. അടുത്ത ദിവസം നോക്കാം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. തീം ഏത് വർഷത്തെയാണ്? 2023 പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നുള്ളത് 2023 തീമാണ്. വേഗം പോകാം. സങ്കരീണം തക്കാളി അല്ലാത്തത് ഏതാണ് ഇതിനകത്ത്? മുക്തി, അനഘ, അക്ഷയ, ഹരിത. ആൻസർ ഈസ് ഹരിതയാണ്. ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ്? പവർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ഡയോപ്റ്റർ, 4 ഡയോപ്റ്റർ. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഐസോട്ടോപ്പ് ഇല്ല. കാർബൺ ക്വസ്റ്റ്യൻ നേരിട്ടുള്ളതാണ്. കാർബണിൻ്റെ ഐസോട്ടോപ്പ് അല്ലേ, കാർബൺ 14 ആണ്. ഐസോട്ടോപ്പ് ഉണ്ട്. ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ഇല്ല കേട്ടോ. നെക്സ്റ്റ് വൺ. ഒരു കുതിരശക്തി 1 HP എന്നത് എത്ര വാട്ടാവുന്നു? കുതിരശക്തി ഇത് എത്ര വാട്ടാവുന്നു? 746 വാട്ട് 1 HP എന്ന് പറഞ്ഞത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് അല്ലേ. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? എസ് സ്വാമിനാഥ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? ദി ആൻസർ ഈസ് എത്രയും വരിക? 3 റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യ അല്ലേ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ആൻസർ ഓപ്ഷൻ എ ആണ്, അമൃതം ആരോഗ്യമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു നെക്സ്റ്റ് ക്ലാസ്. ഇനിയും നിങ്ങൾക്ക് സയൻസിൻ്റെ പോലുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അത് മാത്രമേ നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു നെക്സ്റ്റ് മീറ്റ്.